സമസ്തയെയും സുന്നി സമൂഹത്തിനെയും അടുത്തറിഞ്ഞവർക്ക് ഇനിയും അഭിമാനത്തോടെ പലതും പറയാനുണ്ട്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് കുറ്റിപ്പുറം മണ്ഡലം MLA KT ജലീൽ. അദ്ദേഹത്തിന് എന്താണ് സമസ്തയെക്കുറിച്ചും സുന്നി സമൂഹത്തെക്കുറിച്ചും സമസ്തയുടെ സമുന്നത സ്ഥാപനമായ കാരന്തൂർ സുന്നി മർക്കസിനെ കുറിച്ചും മർക്കസിന്റെ ശില്പി മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ചും പറയാനുള്ളത്? ഒന്നുകൂടെ ചെവി തുറക്കൂ, ചെവി തുറന്നോളൂ, ചെവി തുറന്നോളൂ. ഇന്ത്യ മഹാരാജ്യത്ത് സംഘടിതവും ശാസ്ത്രീയവുമായി ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ ഭൂമികയിൽ മർക്കസു സഖാഫത്ത് സുന്നിയ അത്യുന്നതമായ ഒരു പദവിയിലാണ് വിരാജിക്കുന്നത്. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്തുത സ്ഥാപനം മതസംഘടനകൾ എങ്ങനെയാണ് ഒരു സ്ഥാപനം കൊണ്ടു നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവും ഉദാഹരണവുമാണ്. മർക്കസിന്റെ ക്യാമ്പസിലില്ലാത്ത സ്ഥാപനങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി കലർന്ന പ്രസ്താവന ആവില്ല. അനാഥർ, അഗതികൾ, നിരാശ്രയർ, നിരാലംബർ, രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും കയങ്ങൾ താണ്ടുന്നവരുടെ പൊന്നോമന മക്കൾ, അങ്ങനെ പോകുന്നു ആ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാദൌത്യത്തിന്റെ ശൃംഖല. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാരിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മതപണ്ഡിതന്മാർ അവഗണിക്കപ്പെടുകയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അവർക്ക് ആത്മാഭിമാനത്തിന്റെ ജ്വാല പകർന്നു നൽകി സുന്നി പ്രസ്ഥാനത്തെ ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ വഴി നടത്തുകയുണ്ടായി. അതൊക്കെ വാർത്താനാ, അതൊക്കെ വാക്കാ, തോന്നിയത് വിളിച്ചു പറയല്ല. നാട്ടുമാടമ്പിമാരുടെയും പ്രമാണിമാരുടെയും മേൽക്കോയ്മകൾക്ക് മുന്നിൽ പണ്ഡിതന്മാർ ഓച്ചാനിച്ചു നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് തലയെടുപ്പോടെ അഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കുവാനുള്ള ഉൾക്കരുത്തും നെഞ്ചൂക്കും പകർന്നു നൽകി എന്നുള്ളതാണ് ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാറും മർക്കസു സഖാഫത്ത് സുന്നിയായും കേരളത്തിന്റെ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ചെയ്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. മനസ്സിലാക്കി. പണ്ഡിതന്മാർ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. ആദരവും ബഹുമാനവും പത്രമാധ്യമങ്ങളുടെ നിറം പിടിപ്പിക്കുന്ന വാർത്താശകലങ്ങളുടെ പിൻബലത്തിലല്ല ലഭിക്കേണ്ടത്. സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള പ്രവർത്തനത്തെ സാക്ഷ്യപത്രമാക്കി അവർ അതാർജിക്കേണ്ടതും നേടിയെടുക്കേണ്ടതുമാണ് എന്ന ഒരു പുതിയ അവബോധം മർക്കസും മർക്കസിന്റെ അമരക്കാരനായിട്ടുള്ള ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാരും കേരളത്തെ പഠിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിവിധ മതസംഘടനകൾ പ്രവർത്തിക്കുന്നു. ആ മതസംഘടനകൾ ചെയ്യുന്ന സേവനങ്ങൾ തീർച്ചയായും ശ്ലാഘനീയമാണ്. എന്നാൽ അതോടൊപ്പം ചേർത്തു പറയേണ്ട മറ്റൊരു കാര്യം, മർക്കസും അനുബന്ധ സ്ഥാപനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ വൈപുല്യം
ഒരാൾക്കും നിഷേധിക്കുവാൻ കഴിയുന്നതല്ല. അസൂയാലുക്കളെ, നിങ്ങൾക്ക് ദഹിക്കുകയില്ല, അത് ഞങ്ങൾക്കറിയാം.